നമസ്കാരം. LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് GK ആണ്. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻസ്: A. അഷ്ടമുടി കായൽ, B. വേമ്പനാട്ട് കായൽ, C. ശാസ്താംകോട്ട കായൽ, D. വേളിക്കായൽ. ഉത്തരം ഓപ്ഷൻ C. ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രഗിരി പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? ചന്ദ്രഗിരി പുഴ ഏത് ജില്ലയിലൂടെ ഒഴുകുന്നു? ഓപ്ഷൻസ്: A. തിരുവനന്തപുരം, B. പാലക്കാട്, C. കാസർഗോഡ്, D. കോഴിക്കോട്. ഉത്തരം ഓപ്ഷൻ C. കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലൂടെയാണ് ചന്ദ്രഗിരി പുഴ ഒഴുകുന്നത്. മൂന്നാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻസ്: A. വയനാട്, B. ഇടുക്കി, C. ആലപ്പുഴ, D. കോട്ടയം. ഉത്തരം ഓപ്ഷൻ C. ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്? കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്? ഓപ്ഷൻസ്: A. P. N. പണിക്കർ, B. കുഞ്ഞുണ്ണി മാഷ്, C. K. P. കേശവമേനോൻ, D. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഉത്തരം ഓപ്ഷൻ A. P. N. പണിക്കർ. P. N. പണിക്കറാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും P. N. പണിക്കറാണ്. അഞ്ചാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം. ഓപ്ഷൻസ്: A. ചെമ്പഴന്തി, B. ശിവഗിരി, C. കായിക്കര, D. പന്മന. ഉത്തരം ഓപ്ഷൻ B. ശിവഗിരി. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരിയാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിലാണ്. രണ്ട് സ്ഥലവും ഓർമ്മിച്ച് വെക്കുക. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനന സ്ഥലം ചെമ്പഴന്തിയും ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരിയുമാണ്. ആറാമത്തെ ചോദ്യം, നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഓപ്ഷൻസ്: A. മലപ്പുറം, B. തിരുവനന്തപുരം, C. എറണാകുളം, D. കൊല്ലം. ഉത്തരം ഓപ്ഷൻ B. തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ്: A. വള്ളത്തോൾ, B. ONV, C. ചങ്ങമ്പുഴ, D. സച്ചിദാനന്ദൻ. ഉത്തരം ഓപ്ഷൻ A. വള്ളത്തോൾ. വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ചെറുതുരുത്തിയിലാണ്. എട്ടാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻസ്: A. വയനാട്, B. പാലക്കാട്, C. ഇടുക്കി, D. കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ C. ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ഓപ്ഷൻസ്: A. പെരിയാർ, B. പമ്പ, C. നെയ്യാർ, D. ഭാരതപ്പുഴ. ഉത്തരം ഓപ്ഷൻ D. ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളും ഉള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളും ഉള്ള ജില്ല ഏത്? ഓപ്ഷൻസ്: A. ഇടുക്കി, B. വയനാട്, C. മലപ്പുറം, D. കണ്ണൂർ. ഉത്തരം ഓപ്ഷൻ A. ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലകളും കുന്നുകളും കാണപ്പെടുന്നത്.